നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ ഒരു വേൾഡ് നമ്മൾ ഒരു കടലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് അതിലൊരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിന്റെ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അതായത് അതിന്റെ സ്റ്റിയറിംഗ് അത് എങ്ങോട്ടാ പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. വലത്തേക്ക് പോകണോ ഇടത്തേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങൾ. അതിനാണ് നമ്മൾ ഏജൻസി ഉള്ള ആൾക്കാർ എന്ന് പറയാം. അല്ലാത്ത ആൾക്കാർ, ഏജൻസി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൽ എന്താ വിചാരിക്കാം, കാറ്റ് എങ്ങോട്ട് അടിക്കുന്നത് അതിനനുസരിച്ച് കപ്പൽ പോയിക്കോട്ടെ, നമുക്ക് അതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ അതിന്റെ മെയിൻ പോയിന്റുകൾ പറഞ്ഞുതരാം. ഒന്ന്, കൺട്രോൾ ആൻഡ് ചോയ്സ്. ഇപ്പൊ നമുക്ക് നമ്മളെ സർക്കംസ്റ്റാൻസ്, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാൽ അയാളെ തല്ലണോ അല്ലെങ്കിൽ ക്ഷമിക്കണോ നമുക്ക് അവിടെ ചോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്, അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെ ഹാബിറ്റുകൾ, നമ്മളെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന റിസൾട്ടുകൾ. അതായത് ഒരു 6 മാസം മുമ്പ് നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, നമ്മൾ സ്റ്റിക്ക് ചെയ്ത റൂട്ടീനൊക്കെ അനുസരിച്ചായിരിക്കും ഇപ്പോൾ നമുക്ക് അതിന്റെ റിവാർഡുകൾ കിട്ടുന്നുണ്ടാവും. 6 മാസം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഇയർ ആവാം, ഇയേഴ്സ് ആവാം, ഡെക്കേഡ് ആവാം. പക്ഷെ എന്തായാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഇതിന്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അത് വേറെ പോലെ മേത്തേക്ക് ബ്ലെയിം ചെയ്യുന്നതിന്റെ പകരം, സിറ്റുവേഷനുകളെ ബ്ലെയിം ചെയ്യുന്നതിന്റെ പകരം, നമുക്ക് ഒരു കൺട്രോളും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്റെ പകരം, നമ്മളെ തെറ്റാണെങ്കിൽ അത് നമ്മളതാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതും വേറെ പോലെ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഓൾതാണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഒരു പോയിന്റുള്ള എന്താ വെച്ചാൽ ഫ്രീഡം. ആബ്സല്യൂട്ട് ഫ്രീഡം അല്ല, അതായത് നമുക്ക് എന്ത് തോന്നിയ പോലെ ചെയ്യാന്നല്ല, പക്ഷെ ലൈഫിലെ ചലഞ്ചുകളോട് നമുക്ക് നമ്മളെ രീതിയിൽ റിയാക്ട് ചെയ്താണ് അത് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈവൻ സർക്കംസ്റ്റാൻസിൽ നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ ഡിസിഷനിലും ഹാബിറ്റുകളിലും നമുക്ക് കൺട്രോൾ ഉണ്ടെന്ന് കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് അതൊരു ഫ്രീഡമാണ്. അപ്പോൾ ഇതൊക്കെ ഏജൻസിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഏജൻസി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പറയുക വെച്ചാൽ, ഐ ക്യാൻ ചേഞ്ച് ബിക്കോസ് ലൈഫ് ജസ്റ്റ് ഹാപ്പൻ ടു മീ. എനിക്ക് മാറാൻ പറ്റില്ല കാരണം ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയും. ഏജൻസി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് എനിക്ക് ഇവിടെ ടോട്ടൽ കൺട്രോൾ ഒന്നുമില്ല, എല്ലാ സംഭവവും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.